Okay, അടുത്തൊരു ക്വസ്റ്റ്യൻ. Using variation of parameter, solve d square y by dx square plus 4y is equal to tan 2x. അപ്പോൾ സോൾവ് d square y by dx square plus 4y is equal to tan 2x. ഇപ്പോൾ വേരിയേഷൻ ഓഫ് പാരാമീറ്റർ ഉപയോഗിച്ചിട്ട് ഈ ഡിഫറൻഷിയേഷൻ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഓർത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മാർഗ്ഗമുണ്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ ഡിഫറൻഷിയേഷൻ്റെ വലതുവശം tan 2x ആണെങ്കിൽ ഡിഫറൻഷിയേഷൻ്റെ വലതുവശം tan 2x ആണെങ്കിൽ വേരിയേഷൻ പാരാമീറ്റർ ഉപയോഗിച്ച് ചെയ്യാം. അല്ലെങ്കിൽ വേരിയേഷൻ പാരാമീറ്റർ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒന്ന് അങ്ങനെ ആലോചിക്കാം. അല്ലെങ്കിൽ ക്വസ്റ്റിനകത്ത് വേരിയേഷൻ പാരാമീറ്റർ എന്ന് ചിലപ്പോൾ എടുത്ത് പറയും. ഇനി അഥവാ ക്വസ്റ്റിന് വേരിയേഷൻ പാരാമീറ്റർ എടുത്ത് പറഞ്ഞില്ലെങ്കിൽ ഓർത്തോണം, ക്വസ്റ്റിൻ്റെ വലതുവശം tan 2x ആണെങ്കിൽ വേരിയേഷൻ പാരാമീറ്റർ വെച്ച് ചെയ്യാൻ പറ്റും, സീക്കും കൊസീക്കും ചെയ്യുന്ന പോലെ. ഓക്കെ, അപ്പോൾ ആദ്യം ഓക്സിലറി ഇക്വേഷൻ എഴുതാം. സോ ഓക്സിലറി ഇക്വേഷൻ സെക്കൻഡ് ഡെറിവേറ്റീവ് എം സ്ക്വയർ പ്ലസ് വൈക്ക് 1. അപ്പം എം സ്ക്വയർ പ്ലസ് 4 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എം സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 അപ്പുറം -4 എന്ന് വരും. അപ്പോൾ എം ഈസ് ഈക്വൽ റൂട്ട് -4 എന്ന് വരും. ദാറ്റ് ഈസ് എം ഈസ് ഈക്വൽ റൂട്ട് -4 എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് 2y. ദാറ്റ് ഈസ് എം ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2y നമുക്ക് ഇങ്ങനെ എഴുതാം, 0 പ്ലസ് ഓർ മൈനസ് 2y. അപ്പോൾ റിയൽ പാർട്ട് 0, ഇമാജിനറി പാർട്ട് 2y. അപ്പോൾ ഒരു കോംപ്ലക്സ് ആണെങ്കിൽ സൊല്യൂഷൻ ആണ് എഴുതുന്നത്. സൊല്യൂഷൻ ബൈ സി ഈസ് ഈക്വൽ ടു e റൈസ് ടു ax ഇൻറ്റു c1 cos bx പ്ലസ് c2 sin bx. ദാറ്റ് ഈസ് yc ഈസ് ഈക്വൽ ടു e റൈസ് ടു a എന്ന് പറഞ്ഞാൽ 0, റിയൽ പാർട്ടാണ് a, b എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ട് 2. ഓക്കെ, ഇപ്പോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ e റൈസ് ടു 0x ഇൻറ്റു c1 cos 2x പ്ലസ് c2 sin 2x. അപ്പോൾ yc ഈസ് ഈക്വൽ ടു e റൈസ് 0 അങ്ങ് 1 ആയി പോകും. അപ്പോൾ c1 cos 2x പ്ലസ് c2 sin 2x. സോ ഇങ്ങനെ ഇട്ട് നമുക്ക് yc. സോ yc എഴുതി ബോക്സ് ഇട്ടേക്കുക. ഓക്കെ ആണല്ലോ. ഈ yc-ക്കകത്തെ ഇപ്പോൾ yc കിട്ടിയല്ലോ. ഈ yc-ക്കകത്തെ c1ൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് y1. സോ c1ൻ്റെ കൂടെയുള്ള ആളാണ് നമ്മുടെ y1. അപ്പോൾ y1 ഈസ് ഈക്വൽ ടു cos 2x. c2ൻ്റെ കൂടെയുള്ള ആളാണ് y2. ദാറ്റ് ഈസ് y2 ഈസ് ഈക്വൽ ടു sin 2x. അപ്പോൾ y1 y2 കിട്ടിയല്ലോ. സോ അവിടെ വരെ വൃത്തിക്കെടുത്തിരുന്നത്. അപ്പോൾ y1 എന്ന് പറയുന്നത് cos 2x, y2 എന്ന് പറയുന്നത് sin 2x. ഓക്കെ, സോ y1 y2 എഴുതിയ ഉടനെ തന്നെ y1 ഡാഷും y2 ഡാഷും ഇടുക. y1 y2 എഴുതിയ ഉടനെ തന്നെ y1 ഡാഷും y2 ഡാഷും ഇടുക. സോ ഇവിടെ വൃത്തിക്കെടുത്ത് എഴുതുക, മായ്ക്കുക. ഓക്കെ, അപ്പോൾ y1 ഇങ്ങനെ കിട്ടി. y1 എന്ന് പറയുന്നത് cos 2x എന്ന് കിട്ടി. y2 എന്ന് പറയുന്നത് sin 2x എന്ന് കിട്ടി. ഓക്കെ, ഓർത്തോണം, നിങ്ങൾ yc എഴുതുമ്പം c1ൻ്റെ കൂടെയുള്ളതാണ് y1, c2ൻ്റെ കൂടെയുള്ളതാണ് y2. അപ്പോൾ y1 y2 എഴുതാമല്ലോ. ദെൻ y1 ഡാഷ്, അപ്പോൾ തന്നെ ഡെറിവേറ്റീവ് എടുക്കണം. y1 ഡാഷ് എന്ന് പറഞ്ഞാൽ cos 2x ഡെറിവേറ്റീവ് മൈനസ് sin 2x ഇൻറ്റു 2. ദാറ്റ് ഈസ് y1 ഡാഷ് ഇങ്ങനെ വരും, -2 sin 2x. അതുപോലെ y2 ഡാഷ്, അത് sin 2x ഡെറിവേറ്റീവ് sin 2x cos 2x ഇൻറ്റു 2. ദാറ്റ് ഈസ് 2 ഇൻറ്റു cos 2x. sin 2x ഡെറിവേറ്റീവ് cos 2x ഇൻറ്റു 2. അപ്പോൾ ദാറ്റ് ഈസ് 2 cos 2x. അപ്പോൾ y1 ഡാഷും കിട്ടി, y2 ഡാഷും കിട്ടി, y1 ഡാഷും കിട്ടി. എന്തിനു വേണ്ടിയാ ഇത്രയും കണ്ടുപിടിച്ച് y1 y2 കിട്ടിയ ഉടനെ y1 ഡാഷും y2 ഡാഷും കണ്ടുപിടിക്കാം. നമുക്കറിയാം എന്തൊക്കെ വേണമെന്നുള്ളത്. അപ്പം y1 ഡാഷും y2 ഡാഷും കിട്ടി. എന്നാൽ ഉടനെ തന്നെ നിങ്ങൾ w കാണുക. w പറഞ്ഞ റോൺസ്കിയൻ. സോ റോൺസ്കിയൻ w കാണുക. ഓക്കെ, w ഈസ് ഈക്വൽ ടു എന്തുവാ, y1 y2 y1 ഡാഷ് y2 ഡാഷ്. ദാറ്റ് ഈസ് w ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് y1 എന്തോ y1 cos 2x, y2 sin 2x, y1 ഡാഷ് ദാറ്റ് ഈസ് -2 sin 2x 2 cos 2x. സോ എങ്ങനെയാണെന്ന് ഇതേ ഇൻറ്റു ഇത് മൈനസ് ഇതേ ഇൻറ്റു ഇത്. ഓക്കെ, സോ w ഈസ് ഈക്വൽ ടു cos 2x ഇൻറ്റു 2 cos 2x. അപ്പോൾ 2 cos square 2x മൈനസ് sin 2x ഇൻറ്റു -2 sin 2x. അപ്പോൾ -2 sin square 2x. ദാറ്റ് ഈസ് w ഈസ് ഈക്വൽ ടു 2 cos square 2x. cos square 2x ആണ്, മൈനസ് നിന്ന് പ്ലസ് ആവും, പ്ലസ് 2 sin square 2x. സോ ഇവിടുന്ന് 2 കോമൺ എടുക്കാം. അപ്പോൾ w ഈസ് ഈക്വൽ ടു 2 കോമൺ എടുത്താൽ cos square 2x പ്ലസ് sin square 2x എന്ന് വരും. സോ ഇപ്പോൾ ഓർത്തോണം, cos square x പ്ലസ് sin square x, അല്ലെങ്കിൽ sin square x പ്ലസ് cos square x. sin square x പ്ലസ് cos square x 1 ആണ്. അതുപോലെ ഉള്ളൂ sin square 2x പ്ലസ് cos square 2x, അത് 1 ആയി പോകും. അപ്പോൾ w ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 1 എന്ന് വരും. ദാറ്റ് ഈസ് w ഈസ് ഈക്വൽ ടു 2. അപ്പോൾ w വരെ നമുക്ക് 2 എന്ന് കിട്ടും. അപ്പോൾ റോൺസ്കിയൻ w കിട്ടി 2. ദെൻ r of x വലതുവശം, നിങ്ങളുടെ ക്വസ്റ്റിൻ്റെ വലതുവശമാണ് r of x എന്ന് tan 2x. സോ r of x ഈസ് ഈക്വൽ ടു tan 2x. നിങ്ങളുടെ ക്വസ്റ്റിൻ്റെ വലതുവശമാണ് r of x.
അത്ര ഓക്കെ ആണല്ലോ. ഓക്കെ, ക്വസ്റ്റിൻ്റെ വലതുവശമാണ് ആർ ഓഫ് എക്സ്. ഇനി നമുക്ക് എന്താ വേണം? യു മീൻ വേണം. യു മീൻ കാണാൻ വേണ്ടിയാണ് എത്ര കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. സോ യുവിൻ്റെ ഫോർമുല യു ഈസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ y2 ഇൻറ്റു ആർ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡബ്ല്യു ഡി എക്സ്. ശരിയല്ലേ? ദാറ്റ് ഈസ് യു ഈസ് ഈക്വൽ ടു യു കിട്ടിയാൽ മാത്രമേ നമുക്ക് യുവും ബിയും കിട്ടിയാൽ മാത്രമേ നമുക്ക് വൈപ്പ് കാണാൻ പറ്റൂ. അപ്പോൾ മൈനസ് ഇൻ്റഗ്രൽ y2 എന്ത് വരുന്നു? സൈൻ 2x ഇൻറ്റു ആർ ഓഫ് എക്സ്. ആർ ഓഫ് എക്സ് പറഞ്ഞാൽ ക്വസ്റ്റിൻ്റെ വലതുവശം, ദാറ്റ് ഈസ് ടാൻ 2x ഡിവൈഡഡ് ബൈ ഡബ്ല്യു ഇസ് 2 ഇൻറ്റു ഡി എക്സ്. അല്ലേ? യു വൺ ഇക്വേഷൻ അല്ലേ? മൈനസ് y2 ഇൻറ്റു ആർ ഓഫ് എക്സ് ബൈ ഡബ്ല്യു. ദാറ്റ് ഈസ് യു ഈസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ സൈൻ 2x ഇൻറ്റു ടാൻ 2x. ടാൻ 2x നമുക്ക് ഇങ്ങനെ ഈ 2 എടുത്ത് വെളി കളയാം. അപ്പോൾ മൈനസ് 1/2 വെളി വരും. ഈ 2 എടുത്ത് വെളി കളയുമ്പോൾ മൈനസ് 1/2 വരെ വെളി വരും. മൈനസ് 1 വെളി ഉണ്ടല്ലോ. ഇൻ്റഗ്രൽ സൈൻ 2x ഇൻറ്റു ടാൻ 2x. ടാൻ 2x ഇങ്ങനെ എഴുതി കൂടായോ? സൈൻ 2x ബൈ കോസ് 2x ഡി എക്സ്. ഓക്കെ, that is u is equal to minus 1/2 into integral sin 2x into sin 2x, sin square 2x. So sin square 2x divided by cos 2x dx. So മേളിൽ sin square 2x താഴെ cos 2x. മേളിൽ sin square 2x, മേളിൽ sin square 2x താഴെ cos 2x. എങ്ങനെ ചെയ്യുന്നത്? മേളിൽ sin സ്ക്വയറും താഴെ കോസും, അല്ലെങ്കിൽ മേളിൽ സൈൻ്റെ പവർ, മേളിൽ സൈൻ്റെ പവറും താഴെ കോസും വരുവാണെങ്കിൽ താഴത്തെ ആക്കി നമ്മൾ എന്ത് കൊടുക്കുക? അല്ല, സൈൻ സ്ക്വയർ 2x ബൈ കോസ് 2x ഇല്ലേ? ഇപ്പോൾ യു സമയം നമുക്ക് മൈനസ് 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർ 2x ബൈ കോസ് 2x ഡി എക്സ് നോക്കാം. ഓക്കെ, സോ ഇവിടെ പ്രവർത്തിക്കരുത്. നമുക്കറിയാം ഈ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാലേ മറുപടി കാണിച്ചാൽ മതി. സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്തെയോ? സൈൻ സ്ക്വയർ എക്സ്, സൈൻ സ്ക്വയർ എക്സ്, സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് കോസ് സ്ക്വയർ എക്സാണ്. അങ്ങനെയാണെങ്കിൽ സൈൻ സ്ക്വയർ 2x എന്ന് പറഞ്ഞാൽ 1 മൈനസ് കോസ് സ്ക്വയർ 2x ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ 2x പറഞ്ഞാൽ 1 മൈനസ് കോസ് സ്ക്വയർ 2x എഴുതുക. എന്ന് വെച്ചാൽ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ആണ്. ഇവിടെ എക്സ് മാറി 2x എന്നല്ലേ ഉള്ളൂ. ഓക്കെ, സോ ബാക്കി യു ഈസ് ഈക്വൽ ടു മൈനസ് 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർ 2x എങ്ങനെ എഴുതാം? 1 മൈനസ് കോസ് സ്ക്വയർ 2x. എന്ന് വെച്ചാൽ സൈൻ സ്ക്വയർ എക്സിനെ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എഴുതുന്ന പോലെ സൈൻ സ്ക്വയർ 2x 1 മൈനസ് കോസ് സ്ക്വയർ 2x എഴുതി ഡിവൈഡഡ് ബൈ താഴെ കോസ് 2x ഉണ്ട് ഡി എക്സ്. സോ ഇനി സ്പ്ലിറ്റ് ചെയ്യാം. ഈ ഡിനോമിനേറ്റർ, ഈ കോസ് 2x ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ രണ്ട് പേർക്കുള്ളതാണ്. നമുക്ക് തന്നെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. യു ഇസ് ഈക്വൽ ടു മൈനസ് 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 1 ബൈ കോസ് 2x മൈനസ് കോസ് സ്ക്വയർ 2x ഡിവൈഡഡ് ബൈ കോസ് 2x ഡി എക്സ്. കാര്യം മനസ്സിലായല്ലോ? ഈ ഡിനോമിനേറ്റർ കിടക്കുന്ന കോസ് 2x ന്യൂമറേറ്റർ ഉള്ള ഒന്നിനും ഉള്ളതാണ്, കോസ് സ്ക്വയറിനും ഉള്ളതാണ്. സോ സ്പ്ലിറ്റ് ചെയ്തു. ദാറ്റ് ഈസ് യു ഈസ് ഈക്വൽ ടു മൈനസ് 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 1 ബൈ കോസ് 2x. 1 ബൈ കോസ് 2x എന്ന് പറഞ്ഞാൽ 1 ബൈ കോസ് എന്തുവാ? 1 ബൈ കോസ് എന്ന് പറഞ്ഞാൽ സീക്ക്. അപ്പോൾ 1 ബൈ കോസ് 2x എന്ന് പറഞ്ഞാൽ സീക്ക് 2x മൈനസ് കോസ് സ്ക്വയർ 2x ബൈ കോസ് 2x. ഒരു കോസ് 2x ഒരു കോസും വെട്ടിപ്പോയിട്ട് കോസ് 2x എന്ന് വരും ഡി എക്സ്. സോ ഇനി ഇയാളെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് യു ഈസ് ഈക്വൽ ടു ഒരു മൈനസ് 1/2 വെളിയിലുണ്ട്, മൈനസ് 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ സീക്ക് 2x. സീക്ക് എക്സിന് ഇൻ്റഗ്രൽ എന്തുവാ? സീക്ക് എക്സിന് ഇൻ്റഗ്രൽ ലോഗ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ്. അറിയത്തില്ലെങ്കിൽ മാർജിൻ എഴുതിക്കോണം. ഇൻ്റഗ്രൽ സീക്ക് എക്സ് ലോഗ് സീക്ക് എക്സ് പ്ലസ് ടാൻ എക്സ്. ഇവിടെ സീക്ക് എക്സ് അല്ല, ഇവിടെ സീക്ക് 2x ആണ്. അപ്പോൾ സീക്ക് 2x ഇൻ്റഗ്രൽ ലോഗ് സീക്ക് 2x പ്ലസ് ടാൻ 2x. എക്സ് മാറി 2x ആവും ബൈ 2 എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇൻ്റഗ്രേഷനകത്ത് എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ബൈ ആയിട്ട് വരണം. ഇവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 2 ആണ്, ആ 2 ബൈ ആയിട്ട് വരും. മൈനസ് അടുത്ത് ഇവിടെ കോസ് 2x ഇൻ്റഗ്രൽ കോസ് എക്സിന് ഇൻ്റഗ്രൽ സൈൻ എക്സ്. അപ്പോൾ കോസ് 2x ഇൻ്റഗ്രൽ സൈൻ 2x ബൈ 2. അപ്പോൾ അത് സൈൻ 2x ബൈ 2 എന്ന് വരും. സോ ഈ ബൈ 2 എടുത്ത് വെളിയിൽ കളയാം. അപ്പോൾ വെളിയിൽ കളയുമ്പോൾ യു ഈസ് ഈക്വൽ ടു വെളിയിൽ മൈനസ് 1/2 ഉണ്ട്. പിന്നെ ഇവിടുന്ന് ഒരു ബൈ 2 കോമൺ എടുത്ത് വെളിയിൽ കളയുമ്പോൾ വെളിയിൽ എന്താ മൈനസ് 1/4 എന്ന് വരും. മൈനസ് 1/4 ഇൻറ്റു ലോഗ് സീക്ക് 2x പ്ലസ് ടാൻ 2x മൈനസ് സൈൻ 2x. സോ ഇങ്ങനെയായിട്ട് നമുക്ക് യുവിൻ്റെ വില യുവിൻ്റെ വില. ഓക്കെ, സോ യുവിൻ്റെ വില നമുക്ക് എഴുതുക. അപ്പോൾ യുവിൻ്റെ വില ഇങ്ങനെ കിട്ടും. യുവിൻ്റെ വില മൈനസ് 1/4 ഇൻറ്റു ലോഗ് മൈനസ് 1/4 ഇൻറ്റു ലോഗ് സീക്ക് 2x പ്ലസ് ടാൻ 2x മൈനസ് സൈൻ 2x എഴുതാമല്ലോ. സോ അങ്ങനെ ഇട്ട് നമുക്ക് യുവിൻ്റെ വില. ഓക്കെ, സോ ഇവിടെ വരെ വൃത്തിക്കത്ത് എഴുതാം. അപ്പോൾ യു കിട്ടി. ഇനി ആരെ വേണം? വി വേണം.
അടുത്ത നമുക്ക് വി വേണം, മാറ്റുവാണേ. സോ വി കാണുന്ന ഇക്വേഷൻ എന്തുവാ? വി ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ y1 ഇൻറ്റു ആർ ഓഫ് എക്സ് ബൈ ഡബ്ല്യു, ശരിയല്ലേ, ഡി എക്സ്. ദാറ്റ് ഈസ് വി ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ y1 വില കോസ് ടു എക്സ് ഇൻറ്റു ആർ ഓഫ് എക്സ് ടാൻ ടു എക്സ് ഡിവൈഡഡ് ബൈ ഡബ്ല്യു 2 ഡി എക്സ്. സോ 2 വെളി കളയാം. അപ്പോൾ വി ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇന്റഗ്രൽ കോസ് ടു എക്സ് ഇൻറ്റു ടാൻ ടു എക്സ്. ടാൻ ടു എക്സിന് എങ്ങനെ എഴുതാം? ടാൻ ടു എക്സിന് നമുക്ക് സൈൻ ടു എക്സ് ബൈ കോസ് ടു എക്സ് എഴുതാം, നേരത്തെ പോലെ ഡി എക്സ്. ഇവിടെ കോസ് ടു എക്സും കോസും വെട്ടിപ്പോവും. അപ്പോൾ വി ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇന്റഗ്രൽ സൈൻ ടു എക്സ് എന്ന് വരും ഡി എക്സ്. ഇന്റഗ്രൽ സൈൻ എക്സ് മൈനസ് കോസ് എക്സ്, അപ്പോൾ ഇന്റഗ്രൽ സൈൻ ടു എക്സ് മൈനസ് കോസ് ടു എക്സ് ബൈ 2. അപ്പോൾ വി ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇന്റഗ്രൽ സൈൻ ടു എക്സ് മൈനസ് കോസ് ടു എക്സ് ബൈ 2. സോ ദാറ്റ് ഈസ് വി ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 2 1/4, അപ്പോൾ മൈനസ് 1/4 കോസ് ടു എക്സ് എന്ന് വരും. സോ വിയുടെ വില മൈനസ് 1/4 കോസ് ടു എക്സ് എന്ന് വരും. ഓക്കെ, മൈനസ് 1/4 കോസ് ടു എക്സ്. അപ്പോൾ യുവും വിയും കിട്ടി. നമുക്ക് വി കിട്ടി മൈനസ് 1/4 കോസ് ടു എക്സ്. എന്തിനാ യുവും വിയും കിട്ടിയാൽ മാത്രമേ നമുക്ക് വൈ പി എഴുതാൻ പറ്റൂ, പർട്ടിക്കുലർ ഇന്റർവെൽ നമുക്ക് എഴുതാൻ പറ്റൂ. സോ അപ്പോൾ പർട്ടിക്കുലർ ഇന്റർവെൽ വൈ പി. ഓക്കെ, പർട്ടിക്കുലർ ഇന്റർവെൽ വൈ പി. സോ വൈ പി കാണുന്ന ഇക്വേഷൻ എന്തോ? വൈ പി ഇസ് ഈക്വൽ ടു വി യു y1 പ്ലസ് വി y2, ശരിയല്ലേ? യു ഇൻറ്റു y1 പ്ലസ് വി ഇൻറ്റു y2 എന്ന് തന്നെ എഴുതാമല്ലോ. അപ്പോൾ വൈ പി ഇസ് ഈക്വൽ ടു എന്താണോ നിങ്ങൾക്ക് യു കിട്ടിയത് എന്ത് വരുന്നു? മൈനസ് 1/4 ഇൻറ്റു ലോഗ് സീക്ക് ടു എക്സ് പ്ലസ് ടാൻ ടു എക്സ് അല്ലേ, മൈനസ് സൈൻ ടു എക്സ് അത്ര ഇൻറ്റു y1 എന്തുവാ? കോസ് ടു എക്സ് പ്ലസ് വി എന്ത് കിട്ടി? മൈനസ് 1/4 കോസ് ടു എക്സ് അത്ര ഇൻറ്റു y2 എന്തുവാ? സൈൻ ടു എക്സ്. ഇത്രയാണ് വൈ പി. ഇതാണ് വൈ പി. ഈ വൈപ്പിയുടെ കൂടെ നേരത്തെ കിട്ടിയ വൈസി കൂട്ടുന്നതാണ് ലാസ്റ്റ് സൊല്യൂഷൻ. സോ അവസാനം എടുത്ത് എഴുതണം ജനറൽ സൊല്യൂഷൻ y ഇസ് ഈക്വൽ ടു yc പ്ലസ് yp. നിങ്ങൾക്ക് ആദ്യം കിട്ടിയ ycയും ഇപ്പം കിട്ടിയ ഈ ypയും കൂടെ സം ചെയ്ത് എഴുതുക. ഓക്കെ, അങ്ങനെ എഴുതിക്കോണേ.